ഗുഡ് മോർണിംഗ്. കമ്പളി കൊണ്ട് മേച്ച് നടക്കാൻ പറ്റുന്ന പാട്. ആൻഡ് പൊന്നു ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇന്ന് നേരെ ഇതാ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ ലിപ്റ്റൻ്റെ ടീ ബാഗ് കൊണ്ടുവന്നിരുന്നു. അപ്പം ഇന്ന് അത് വേഗം എടുത്തു എടുക്കട്ടെ മുട്ട. അങ്ങനെ നമ്മൾ ജീഷാൻ തൻവീർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹൗ ആർ യു ജീഷു? ഷാനുവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്കിന്ന് മൊത്തം ഡ്രൈ ആവാൻ തുടങ്ങി. കൈയൊക്കെ ഉണ്ട്, അവന് നല്ലോണം ഇച്ചിങ് വന്നിട്ടുണ്ട്. അപ്പോൾ കൈൻ്റെ ഈ എൽബോൻ്റെ സൈഡ് അല്ലേ, ഇന്നലെ ഷാനു കൈ കെട്ടിയിട്ടിട്ട് അവിടെ ഒരു എന്തുകൊണ്ടേനു ബനിയനെ കൊണ്ടെല്ലാം വെച്ചിട്ട് വെച്ച് ഫുള്ള് കോമഡിയാ. നമ്മൾ ലഗേജ് കൂടി ഞാനും ഷാനും പൊന്നു ഒരു കാറിന് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മളിപ്പോൾ ചൈനയിലാണുള്ളത്. ചൈനയിലുള്ള ചോങ്ചിങ് എന്നുള്ള സിറ്റിയിലാണുള്ളത്. ഇവിടുന്ന് നമ്മളിപ്പോൾ സാൻജിയാൻജി എന്നുള്ള ഒരു പ്ലേസിലേക്ക് പോവാണ്. ബൈ ഫ്ലൈറ്റാണ് പോകുന്നത്. അതിനുവേണ്ടി എയർപോർട്ടിൽ പോവാണ്. ആക്ച്വലി നമ്മുടെ ലഗേജ് കൂടിയ കാരണം നമുക്ക് 2 കാറിൽ പോകേണ്ടി വന്നു. കാരണം നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു 7 സീറ്റർ. പക്ഷേ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. വാട്ടവർ നമ്മളിപ്പോൾ ഇതാ ഞാനും ഷാനും പൊന്നും കൂടി ഒരു ടാക്സി തന്നൊക്കെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ സേഫ് കൺട്രിയാണ്, ഒന്നിനും പേടിക്കാനില്ല. അതുകൊണ്ട് നമുക്കും അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സ്മൂത്തായിരുന്നു. ഇതാ നമ്മളാണ് ആദ്യം എത്തിയിരിക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് ഡിഫറൻസിൽ തന്നെ തന്നൂക്കി എത്തിയിട്ടുണ്ട്. അപ്പോൾ എയർ ചൈന എക്കോണമി ക്ലാസ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് നമ്മൾ പോവാണ് സാൻജിയാങ്ങിലേക്ക് അല്ലേ. ചോക്കിംഗ് ടു സാൻജിയാങ്. രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് സാൻജിയാഞ്ചിയിലാണ് പോകേണ്ടത്. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. 2 ദിവസം മുമ്പ് നമുക്ക് ഇത് തന്നുവാക്ക് മെയിൽ വന്ന്. അപ്പം പിന്നെ വേറൊരു ഫ്ലൈറ്റ് അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കണക്ഷൻ ഫ്ലൈറ്റ്. ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഷാങ്കായി പോവും. ഷാങ്കായി ടു അവിടുന്ന് 2.5 മണിക്കൂർ ലേ ഓവർ, പിന്നെ അവിടുന്ന് സാൻജിയാഞ്ചിയിലേക്ക് പോകും. ഇങ്ങനെ വളഞ്ഞ് മുക്ക് പിടിക്കാന്ന് പറയുന്നത്, അതാണ് അവസ്ഥ. കാരണം ഈ സാൻജിയാഞ്ചിൽ നമ്മൾ 2 ഡേയ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് ഷാങ്കായി. അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ ഇന്ന് എത്തുന്നുണ്ട് ഷാങ്കായി ഇൻഷാ അല്ലാ. കാരണം ഷാങ്കായി ടു ആണ്, പിന്നെ നമ്മൾ ഷാങ്കായി ടു ദുബായ് ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ നാട്ടിൽ വന്നാൽ നമ്മളിപ്പോൾ വന്നത് 2 ടാക്സിയിലായിട്ട്, കാരണം നമ്മളെ ലഗേജ് ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ടെൻഷനൊന്നുമില്ല, എല്ലാം നല്ല സ്മൂത്തായിരുന്നു അൽഹംദുലില്ലാഹ്. ഇവിടെയും കൂടി കഴിയട്ടെ. ഇത് ഇവർക്കൊരു പുതിയ സാധനം എന്നിട്ട് അതുകൊണ്ട് കളിക്കുന്നുണ്ട്. നോക്കട്ടെ. ഹായ് പോന്നോ. ഇവിടെയും നമുക്ക് ചൈനീസ് ഫുഡ് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മള് ഗേറ്റ് F8. ഹായ് ഷാനു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ബൈ ബൈ ചോക്കി. ഇനി നമ്മൾ പോകുന്നത് നമുക്കറിയില്ല കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. നമ്മൾ പറ്റാവുന്നത്ര നമ്മൾ ചൈനയിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറാണ്. എയർ ചൈനയാണ് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്ത്. പൊന്നിൻ്റെ വിഷമം സ്ക്രീനില്ല, സ്വിച്ച് പോയി ഫ്ലൈറ്റിൽ കയറിയിട്ട്. മിസ്റ്റർ തൻവീർ ഉണ്ട് ഇവിടെ. 2 hours 10 minutes. നല്ല മഴ പെയ്യാണ്. നമ്മൾ പോകുന്ന സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല. ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കുന്ന ഇതാ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്യാണ്. അപ്പോൾ റൈസാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതിൻ്റെ കൂടെ ചിക്കൻ. കുഴപ്പമുണ്ടായിരുന്നില്ല, എന്തായാലും നമ്മൾ കഴിച്ചു.
അങ്ങനെ വി ലാൻഡ് ഷങ്കായിലെത്തി. സത്യം പറഞ്ഞാൽ മൂന്നാളും കുറച്ചൊക്കെ ഉറങ്ങിപ്പോയി. How was the flight? How was the flight? Not bad. ഒന്നും മെന്നു പോയാ. എങ്ങനെയുണ്ടായിരുന്നു ഷാനു? ഷാനു നന്നായി ഉറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അതിനൊക്കെ ഫുഡ് കഴിച്ച് നോ ആ അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. അങ്ങനെ നമ്മൾ ഷങ്കായി എത്തി. ഓക്കെ, ഇത് അത്യാവശ്യം നടക്കാണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് വീണ്ടും അകത്തേക്ക് കയറണം. നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിക്കാൻ പോവാണ്. റിയൽ ട്രാവലേഴ്സ്. സത്യം പറഞ്ഞാൽ ഇതൊരു റിലാക്സിങ് ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. ഓട്ടത്തോടോ പക്ഷെ രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കാണ്. അങ്ങനെ ഇവിടെ കുറച്ച് റിലാക്സിങ് ആണ്. 5 മിനിറ്റ് പക്ഷെ സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഒരു 10-15 മിനിറ്റ് ഇരിക്കാം. ഇവിടെ നല്ല സോഫയൊക്കെ ഉണ്ട്, നല്ല സുഖമുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊന്നും ടൈമില്ല. ഇപ്പം തന്നെ ഫ്ലൈറ്റിലേക്ക് കയറണം. അപ്പോൾ ഒരു സ്നിക്കേഴ്സ് വാങ്ങി കഴിച്ച് കൊണ്ടുകൊണ്ട് ഡേയ്സൊക്കെ കഴിക്കും. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്ലൈറ്റിൽ ചിലപ്പോൾ ഫുഡ് ഉണ്ടാവും. അവർ നേരത്തെ തന്നല്ലോ ഫുഡ്, അതുപോലെ ഇതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പൊന്നൊക്കെ നല്ല രസത്തിൽ കടന്നിട്ട് ലേസ് കഴിക്ക് കഴിക്കണം. അവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ചെക്കിങ്. അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുക. ഷാനു എക്സൈറ്റഡ് ആണോ? ഷാനു ഫ്ലൈറ്റ് കയറുന്നത്. The flight is not good, but traveling is not easy. നേരത്തെ മറന്നേ. അങ്ങനെ പൊന്നു നല്ല ടയർഡായി. പൊന്നു നല്ല ഉറക്കിലായിരുന്നു. സത്യത്തിൽ എല്ലാവരും ടയർഡായി. In Papa's phone, it shows the weather is 20 degrees. It's like India everywhere. അപ്പോൾ നമ്മൾ ഈ ജാക്കറ്റ് എന്ത് ചെയ്യും അല്ലയ്യ? -7, 8, 10 to 20 degrees. My ear is blocked. എൻ്റെ ചെവി പോയി. നല്ലോണം ഉറങ്ങി, പക്ഷെ ചെവി നല്ലോണം അടങ്ങി. ഈ ഒരു എയർപോർട്ടിൽ ഇറങ്ങിയത് മുതൽ നമ്മൾ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എസ്പെഷ്യലി വെതർ കാണിക്കുന്നത് ആക്ച്വലി 20 ഡിഗ്രി ആയിരുന്നു. അത്യാവശ്യം ചൂടുന്നുണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ. പിന്നെ കാരണം നമ്മളുടെ ഒരു കണക്കനുസരിച്ചിട്ട് സാൻജിയിൽ മാക്സിമം പോയാൽ 0 or 1, 2 അത്രയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. വാട്ട് എവർ, ബാക്കിയുള്ള കഥകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കും. നമ്മൾ മാത്രം ആയി ഈ എയർപോർട്ടിൽ. എവിടെയൊക്കെയോ ആരുമില്ല. ഇവിടെ ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, തീരെയില്ല. നമ്മൾ ഇന്ന് പറയും നാളെ മാറ്റി പറയും, അതവസ്ഥ. ഇന്നെന്തായാലും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആകെ പണി പറ്റിയിട്ടായിരിക്കുക. നമ്മളിപ്പോൾ സാൻജിയാങ് എയർപോർട്ടിലുള്ളത്. നമ്മൾ ശരിക്കും പോകേണ്ടത് സാൻജിയാഞ്ചിയിലായിരുന്നു. അങ്ങനെ നമ്മൾ റിസോർട്ട് പ്ലാൻ നമ്മൾ ക്യാൻസലാക്കുക. റിലാക്സ് ചെയ്യാതെ പറഞ്ഞിട്ട് നമ്മൾ 2 ദിവസം എടുത്ത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നാളെയും പറ്റില്ല. നാളെ അടുത്തേക്ക് ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും ഷങ്കായിലേക്ക്. എല്ലാവരും 30 സിംഗിളായി
റിലാക്സ് ആകാമെന്ന് വെച്ചിട്ട് എടുത്തത്. അതുകൊണ്ട് ഇവിടെ എയർപോർട്ട് എന്താ പറയുക ശ്രദ്ധിക്കണം കേട്ടോ. ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസമുള്ളൂ. ഇത് സാൻജിയാങ്, നമ്മൾ പോകാൻ വിചാരിച്ചത് സാൻജിയാൻജി. പൊന്നുകുട്ടി അപ്പോൾ ഇന്നത്തെ 3ാമത്തെ ഫ്ലൈറ്റ്. അങ്ങനെ 9:35 അടുത്ത ഫ്ലൈറ്റ്. ചിരിക്കണോ കരിയണോ എന്നറിയില്ല. ഇതിന് തമിഴിലാണ് ഒരു ദിവസം മൊത്തം ഫ്ലൈറ്റിൽ. ഷാന് ഭയങ്കര മൂളൗട്ടിനാണ്. കാരണം നമ്മളിവിടെ ഏതെങ്കിലും കാണാൻ പോകുന്നത് അതായത് നമ്മൾ അവതാർ മൂവിയൊക്കെ എടുത്തല്ലേ. ഓക്കെ ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം. നമ്മളെപ്പോഴും പറയുന്നല്ലോ അള്ളാഹ് നോസ് ദ ബെസ്റ്റ്. ഇപ്രാവശ്യം കാണാൻ വിധിയില്ല. ആക്ച്വലി ഇവിടുന്ന് ഡെയിലി ഷാങ്കായിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. നമ്മൾ വെച്ച് നാളെ ഉണ്ടെങ്കിൽ പോവാന്നാ. പക്ഷേ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ 2 days കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും ഡയറക്റ്റ് വേഗം ഷാങ്കായിലേക്ക് പോവാണ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ കാര്യമായിട്ട് അട്രാക്ഷൻ ഒന്നുമില്ല കാണാൻ. അപ്പോൾ ഇനി ഇങ്ങനെ ചൈനയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലോണം പേര് സാൻജിയാൻജി. ഇപ്പോൾ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതൊക്കെ അറിയില്ല. ഫ്ലൈറ്റ് പുറത്തിറങ്ങുമ്പോൾ നമ്മളതാ വരിക്കുന്നത്. ഇവിടുന്ന് അവിടെ നല്ല തണുപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു എന്തായാലും മൈനസിലേക്ക് പോകും, മൗണ്ടൻ ഏരിയ അല്ലേ. ഇവിടെ ഇറങ്ങിയപ്പോൾ 20 ഡിഗ്രി. ഇവിടുന്ന് ഹോങ്കോങ്ങിലേക്ക് എത്ര അവേഴ്സ് ഏകദേശം? 4 hour drive. തായ്ലാൻഡിലേക്ക് I don't think so we can go drive, but flight will be very less. Very close. ഒന്നുകൂടി തായ്ലാൻഡ് ബാങ്കോക്കിലേക്ക് വിട്ടാലോ? ഒന്നുകൂടി റെഡിയല്ലേ ബാങ്കോക്കിൽ പോകാൻ? അപ്പോൾ എന്താ പറയാന്, പിന്നെ ഈ ടൈം വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. തന്നൂക്കി നല്ല കൂളായോണ്ട് രക്ഷപ്പെട്ടെ. ഒരു ഗ്യാപ്പും ഇല്ല. എന്താ അങ്ങനെ നമ്മളാണ് ലാസ്റ്റ്. ഭാഗ്യത്തിന് ടിക്കറ്റ് കിട്ടിയോണ്ട് നമ്മളിതിൽ കയറി, അല്ലെങ്കിൽ പണി പാടിയല്ലോ. മിസ്റ്റർ കൂൾ തന്നെയാണ് ഒടിഞ്ഞത് എൻ്റെ കൈ. ഏത് പറഞ്ഞല്ല പോകുന്ന എൻ്റെ പൈസ. അങ്ങനെ നമ്മൾ ശരിയായ യാത്രികരായി. യാത്രികർ എന്താ പറയാ, നമ്മളെ കൂൾ തൻവീരിസ് തന്നൂക്ക. അപ്പൊ യാത്രയിൽ ഇങ്ങനെ പലതും സംഭവിക്കും. നമ്മൾ അതൊക്കെ കണ്ടറിഞ്ഞ് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കണ്ണ് തുറന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. അത് പൊന്നു മാത്രം ഒരു ലൈറ്റ് നമ്മളല്ല. What light, all of you? അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ലാ ഷാങ്കായിൽ എത്തിയിട്ട് കാണാം. Radisson Blue. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മിസ്സായത് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ നല്ല റിസോർട്ട് എടുത്തിരുന്നു. പ്ലസ് അവിടുത്തെ അവതാർ അതിൻ്റെ ആ ഒരു ഫിലിം എടുത്തിട്ടില്ല. അതിൻ്റെ നാഷണൽ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് അത് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുന്നില്ല. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് മേ ബി നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ. സേ ഇൻഷാല്ലാ. Bye bye, YouTube. ഇതിപ്പോൾ 2 hours 10 minutes പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 3 hours എടുത്തത് അല്ലേ. ഇത് വേറെ വളരെ വഴിയിലൂടെയാണ്. എന്തായാലും ഭാഗ്യമായി ഇപ്പം തന്നെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നു പറ്റുള്ളത്. ട്രെയിൻ ടിക്കറ്റ് മൊത്തം സീറ്റ് എന്താ വേറെ ടിക്കറ്റ് ഇല്ല. എന്തായാലും ഇൻഷാല്ലാ. ഇതാണ് ചൈന ജയില്. You look better with glasses on. ചൈനീസ് ന്യൂസ് പേപ്പർ വായിക്കുന്ന ഷാഹ്. അങ്ങനെ നമ്മൾ ഷാങ്കായ് എയർപോർട്ട് പൊന്നിനോട് പറയാം.
അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെത്തി. സമയം 12 മണി. ആക്ച്വലി എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു 1 hour കൂടുതൽ എടുത്തിരുന്നു. നമ്മൾ ആക്ച്വലി ഇന്ന് ഏർലി മോർണിംഗ് ഇറങ്ങി. മൊത്തത്തിൽ എന്താ പറയാൻ, എയർപോർട്ടിൽ തന്നെ പിന്നെ ഫ്ലൈറ്റിൽ എല്ലാം കൂടി ആകെ ടയേർഡായി. പൊന്നു ശരിക്കും ടയേർഡായിരുന്നു. പൊന്നു ഈ ഹോട്ടലിൽ എത്തിയ ഉടനെ വോമിറ്റൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ അറൗണ്ട് ഒരു 2:30 AM ആയി. ഏർലി മോർണിംഗ് എന്ന് തന്നെ പറയാം. ഒരു 2:30 ആയി നമ്മൾ ഹോട്ടലിലെത്തിയപ്പോൾ. അപ്പോൾ എല്ലാവരും ചൈനയിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണ് തുറന്ന് ടിക്കറ്റ് എടുക്കണം. കാരണം അവിടെ ആകെ ഒരു സ്പെല്ലിങ് ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. മൊത്തം ഫ്ലൈറ്റ് വിശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബട്ട് ഇൻഷാ അല്ലാ എല്ലാം ഓരോ പാർട്ടല്ലേ. നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ പാർട്ട് ഓഫ് ലൈഫ്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാണ്. അതായത് ഷാങ്ഹായ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു Subscribe, like, share, comment, and don't forget to ring the bell button. Ding ding. അപ്പോൾ ഇൻഷാ അല്ലാ ചൈനയുടെ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ Masalama.